ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളാശംസകൾ കേട്ടോ. ഈസ്റ്ററിന് എളുപ്പത്തിൽ എങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് പറയാനാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അതായത് വട്ടയപ്പം, ശർക്കരയിട്ട വട്ടയപ്പം ഉണ്ട്, പഞ്ചസാരയിട്ട വട്ടയപ്പം ഉണ്ട്, പിന്നെ നമ്മുടെ പാലപ്പം, പിന്നെ ബീഫ് സ്റ്റൂ, പിന്നെ നല്ല ഒന്നാന്തരം കട്ട്ലറ്റ്. ഇതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കേട്ടോ ഈ വീഡിയോ കാണിക്കുന്നത്. പിന്നെ ഈ വട്ടയപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ആൾക്കാർ പറയും, അയ്യോ വട്ടയപ്പൊക്കെ ഉണ്ടാക്കാനുള്ള സമയമില്ല. നമ്മൾ അപ്പത്തിന് അരി ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു 1.5 ഗ്ലാസ് അരി മാറ്റിയിടുക. എന്നുവെച്ച് അതുകൊണ്ട് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇത് എപ്പോൾ വേവിച്ചെടുക്കുമെന്നായിരിക്കും ഇനി അടുത്ത ടെൻഷൻ. ആരും ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. മാവ് അരച്ച് വെച്ച് മാവ് പൊങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സാധാരണ ചെയ്യുന്നത്, നമ്മൾ രാവിലെ പള്ളി പോകാനായിട്ട് ഒരുങ്ങുകയല്ലേ, അപ്പോൾ പള്ളി പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കും ഓട്ടിപ്പോയി ഇത് ആ ഒരുങ്ങുന്നതിന് മുമ്പേ പാത്രത്തിൽ വെള്ളമെടുത്ത് അതങ്ങ് അപ്പോൾ വട്ടയപ്പത്തിനുള്ള മാവ് ഒഴിച്ചിട്ട് ഞാൻ ആവി കയറ്റാൻ വെക്കും കേട്ടോ. അപ്പോൾ ഒരുങ്ങി വരുമ്പോൾ കറക്റ്റ് 20 മിനിറ്റാണ്. ആ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല ഒന്നാന്തരം വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് തലേദിവസം എന്തായാലും ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വരുമല്ലോ. ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ഞാനതെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വേവിച്ചങ്ങ് വെച്ചേക്കും. അപ്പോൾ രാവിലെ നമ്മൾ പള്ളി പോയിട്ട് വരുമ്പോഴത്തേക്കും അപ്പം ഉണ്ടാക്കി തേങ്ങാപ്പാൽ ചേർത്താൽ മതി കേട്ടോ. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് നല്ല ഒന്നാന്തരം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഈസ്റ്ററിനെ. അപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 3 ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 4 മണിക്കൂർ, 4 തൊട്ട് 5 മണിക്കൂർ കുതിർത്തിട്ടാൽ മതി. 3 ഗ്ലാസ് പച്ചരി കുതിർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് വാർത്തെടുക്കാമേ. വെള്ളം വാർത്ത് കളയാനായിട്ട് ഞാനൊരു ചിപ്പിലേക്കകത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് വെള്ളം നന്നായിട്ട് പോകണം, ഒട്ടും വെള്ളം കാണാൻ പാടില്ലേ. കാരണം നമ്മൾ തേങ്ങാപ്പാലില്ല ഇത് അരച്ചെടുക്കാൻ പോകുന്നത്. വട്ടയപ്പത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 ഗ്ലാസ് അരി നന്നായിട്ട് കഴുകി ഒരു 4 മണിക്കൂർ കുതിർത്ത് വെള്ളം മാലാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരി അരയ്ക്കാനായിട്ട് നമ്മൾ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. തേങ്ങാപ്പാൽ ഞാൻ 1 കപ്പോളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കപ്പ് അവൽ നന്നായിട്ട് കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഏകദേശം 1 മണിക്കൂർ കുതിർത്ത് വെക്കണം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് 3 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് തേങ്ങ, അതാണ് കണക്ക്. 1.5 ഗ്ലാസ് ചുരണ്ടിയ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3/4 കപ്പ് പഞ്ചസാര, ഒരു ടീസ്പൂൺ ഈസ്റ്റ്. നമ്മൾ ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് അരച്ച് വെക്കും കേട്ടോ. മാവ് അരച്ച് ഏകദേശം ഒരു 6 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെ മാവ് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണേ. ഇതേ ആദ്യത്തെ സെറ്റ് മാവ് അരച്ച് വെച്ച് കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത സെറ്റ് അരയ്ക്കാൻ പോയപ്പോഴത്തേക്കുമാണ് ഇവിടെ ചിലർക്ക് ശർക്കര ഇട്ട്, മമ്മി പറഞ്ഞില്ലേ ശർക്കര ഇട്ട് വട്ടയപ്പം ഉണ്ടാക്കാം, എന്നാൽ പിന്നെ ശർക്കര ഇട്ട് ഉണ്ടാക്കി തരാൻ പറഞ്ഞു കേട്ടോ. അപ്പം പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിരുന്നില്ലേ, അപ്പം അതിന് പകരം ഞാൻ 1/2 കപ്പ് ശർക്കരയാണ് എടുക്കുന്നത്. അപ്പം 2 ടൈപ്പ് വട്ടയപ്പം ഉണ്ടാക്കി നോക്കിയേക്കാം. വട്ടയപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 6 തൊട്ട് 8 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാവേ. ശർക്കര ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട്, പഞ്ചസാര ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ നമ്മുടെ ശർക്കരയിട്ട വട്ടയപ്പം ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഞാനിത് അപ്പച്ചെമ്പ് വെച്ച് ആവി കയറ്റി ഏകദേശം ഒരു 20-25 മിനിറ്റ് ആവി കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തിട്ട് നമുക്ക് പാത്രത്തിൽ നിന്ന് വിടുവിച്ചെടുക്കാം. നമ്മുടെ വട്ടയപ്പം എല്ലാം റെഡിയായി കേട്ടോ. അപ്പോൾ 3 ഗ്ലാസ് അരിക്കും കേട്ടോ. ഞാൻ 4 വട്ടയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2 ശർക്കര ഇട്ടതും 2 നമ്മുടെ സാധാരണ പഞ്ചസാര ഇട്ടുണ്ടാക്കിയ വട്ടയപ്പം കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളിയായിട്ടില്ലേ, നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭയങ്കര സോഫ്റ്റാണ്. കണ്ടോ വെള്ള വട്ടയപ്പോൾ നമ്മൾ മുറിച്ച് വെച്ചു കണ്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് മതി കേട്ടോ നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട്. അപ്പം നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. 2 നമുക്ക് മമ്മിക്ക് കൊണ്ട് കൊടുക്കാം കേട്ടോ. മമ്മിക്ക് കൊടുക്കാൻ 2 ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബീഫ് സ്റ്റൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പം ഞാൻ ഏകദേശം ഒരു 1.25 കിലോ ബീഫ് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഒരു 1.25 കിലോ ബീഫ്. അപ്പോൾ ആ 1.25 കിലോ ബീഫിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ഈ ബീഫിലേക്ക് ഇത് കണ്ടോ, ഒരു 3 ചെറിയ സബോള, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി കണ്ടോ, ഒരു കഷ്ണം ഇഞ്ചി, 10 പച്ചമുളക് കേട്ടോ, കുറച്ച് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, ഒരു ബേ ലീഫ് കേട്ടോ. അത് ഓപ്ഷണലാണ്, എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു 2 കറുവാപ്പട്ട, ഒരു 5 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പൂ. അപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ ആദ്യം അരിഞ്ഞ് ബീഫിലേക്കിട്ട് വേവിക്കുവേ. അപ്പോൾ പ്രഷർ കുക്കറിലേക്ക് നമുക്ക് ആദ്യം ബീഫ് ഇട്ട് കൊടുക്കാവേ. ബീഫ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കറിവേപ്പില, പിന്നെ നമ്മുടെ ബേ ലീഫ്, ഏലക്ക, ഗ്രാമ്പു, കറുവാപ്പട്ടയൊക്കെ എടുത്ത് വെച്ചിരുന്നത്, പിന്നെ നമ്മുടെ മഞ്ഞൾ പൊടി, കുറച്ച് മഞ്ഞൾ പൊടിയാണ് കേട്ടോ. കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി. പിന്നെ ഞാനിവിടെ കുറച്ച് പച്ചമുളക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ സബോള ഇടണം നമുക്ക്. സബോള ഇട്ടു.
ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കും കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കും ഈ ബീഫിലേക്ക് ഇട്ട മസാലയെല്ലാം കൂടിയേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമുക്ക് കുറച്ച്, ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ഇപ്പോൾ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പം ബീഫ് ഞാൻ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഈ മസാലയെല്ലാം കൂടി. എന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നന്നായിട്ട്, അതായത് ഇതെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കണമെങ്കിൽ ഏകദേശം ഒരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതാണെങ്കിൽ നല്ലതാണ്. അപ്പം ഒരു 1/2 മണിക്കൂർ നിങ്ങൾ മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെക്കുക. ഞാനത് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ, അതെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ, തേങ്ങയുടെ 2ാം പാലാണ്, ഏകദേശം ഒരു 3/4 കപ്പോളം ഉണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് പ്രഷർ കുക്കർ വെച്ച് വേവിക്കാം കേട്ടോ. പിന്നെ തേങ്ങയുടെ 2ാം പാൽ ധാരാളം മതി, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ബീഫിൽ നിന്ന് ആവശ്യത്തിന് മിച്ചം വെള്ളം ഇറങ്ങും കേട്ടോ. നമ്മൾ വേവിക്കാനായിട്ട് പ്രഷർ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 3 വിസിൽ വന്നോട്ടെ. നമുക്ക് ഇനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കേട്ടോ, 1 ടേബിൾ സ്പൂൺ മല്ലി, ഹോൾ മല്ലിയാണ് കേട്ടോ, ഹോൾ മല്ലി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, ഒരു 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ കറുവാപ്പട്ട, ഒരു ചെറിയ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കിട്ട്, പാൻ നല്ല ചൂടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്കിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. നല്ല ഒരു സ്മെല്ല് വരുന്നത് വരെ ഒന്ന് വറുത്തിട്ട് നമ്മളിത് പൊടിക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഞാനിത് വറുത്തിട്ടേ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സ്റ്റിൽ ചൂടുണ്ട്. എന്നിട്ട് തണുത്തിട്ട് നമുക്ക് പൊടിക്കാമേ. ആ സമയത്ത് ഞാൻ ഇത് കണ്ടോ, ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3 വലിയ അല്ലി വെളുത്തുള്ളിയും കേട്ടോ. ഇത് തൊലി കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണേ. ഞാൻ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചിട്ടുണ്ട്. ആ പൊടി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മല്ലിയും പെരിഞ്ചീരകവും ഏലക്കയും ഗ്രാമ്പും കറുവാപ്പട്ടയോടെ പൊടിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ മെയിൻ ടെക്നിക്ക് കേട്ടോ. ഞാൻ ഈ പാത്രത്തിൽ ഇത് കണ്ടോ, വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ വിനാഗിരി ചേർത്തുണ്ടല്ലോ, ഇത് നമ്മൾ നല്ലപോലെ കുഴച്ച് വെക്കുവേ. അപ്പോൾ 1/2 മണിക്കൂറോളം ഇരിക്കണം, കുഴച്ച് 1/2 മണിക്കൂറോളം. എന്തായാലും നമ്മുടെ ബീഫ് വേവാനായിട്ട് ആ സമയം എടുക്കും. ബീഫ് അടുപ്പേ കയറ്റിയ ഉടനെ നിങ്ങൾ ഈ പരിപാടി ചെയ്തോണേ. വിനാഗിരിയിൽ നമ്മൾ മസാല എല്ലാം കൂടെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് മസാലയാണ്. ഇതാണ് നമുക്ക് കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്, നിങ്ങൾ മറക്കല്ലേ. നമ്മുടെ ബീഫ് അവിടെ ഇരുന്ന് വിസിൽ വരാറായിട്ടുണ്ടേ. നമ്മുടെ ബീഫേ വിസിൽ വന്ന് കേട്ടോ, ഒരു 3 വിസിൽ വന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആ സമയത്ത് ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ട് നമ്മുടെ സബോള നന്നായിട്ട് ചുവക്കെ വഴറ്റിയെടുക്കാൻ പോവുകയാണേ. 2 ടേബിൾ സ്പൂൺ എണ്ണ, ഞാൻ കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നില്ലേ, ആ എടുത്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞല്ല, കണ്ടല്ലോ, കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. സബോള ചേർത്ത് കൊടുക്കാം. ഇനി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ വഴക്കണം കേട്ടോ. അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പ് മിസ് ചെയ്യരുത് കേട്ടോ. ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് ഒരു 3/4 വെന്തിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ചേർക്കുകയാണേ. അപ്പം അത് അവിടെ കിടന്നൊന്ന് വേവ് കണ്ടോ, നല്ല ഫ്രൈങ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ മിക്സില്ലേ, അത് ഞാൻ ചേർക്കുവാണേ. അപ്പം അത് ചേർത്ത് തീ ശരിക്കും കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കരിഞ്ഞു പോകും. അപ്പം ഞാനത് ഓഫ് ചെയ്ത് കേട്ടോ, സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ 3 മിനിറ്റ് കഴിഞ്ഞു. നല്ല എന്താ പറയുക, നല്ലപോലെ ഫ്രൈ ആയി, നല്ല സ്മെല്ലാണ് വരുന്നത്. ഇതെടുത്ത് നേരെ ബീഫിലേക്ക് ആഡ് ചെയ്ത് അതൊന്ന് ഇളക്കി വെക്കുകയെ. ഇനി ഈ മസാല കിടന്ന് വേണം ബാക്കി ബീഫ് വേവാനായിട്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പില, ഉപ്പ് ഇത്യാദി സാധനങ്ങൾ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിവേ ആ പൊട്ടറ്റോ ഒക്കെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് 2 അപ്പം ചുട്ടെടുക്കാം. ഞാൻ അപ്പത്തിൻ്റെ മാവിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ കൊടുത്തിരുന്നു. നിങ്ങളത് നോക്കി ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. നമുക്കൊരു പൂവപ്പം ഉണ്ടാക്കി നോക്കിയാലോ. ഇത് കണ്ടോ, പൂവപ്പം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ, എളുപ്പമാണേ. കണ്ടോ, ഇപ്പത്തെ സൈഡിലേക്ക് ഇങ്ങോട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പൂവൊക്കെ ഉണ്ടാക്കിയെടുക്കാമേ. പിന്നെ ഒരു റൗണ്ട് കൂടെ കൊടുത്താൽ മതി. ഇനി നമുക്ക് വേവിക്കാം. അപ്പോൾ ആകട്ടെ, അടച്ചു വെച്ചുണ്ടാക്കാം. ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ തേങ്ങയുടെ 1/4 പാല്, ഏകദേശം ഒരു വലിയ കപ്പോളം, 1.5 കപ്പോളം തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്തോളുക. നമ്മുടെ കറി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന്
നല്ലപോലെ ഒന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. ഇത് കണ്ടോ നമ്മുടെ പൂവപ്പം നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടില്ലേ, കണ്ടോ. ഈ പറയുന്ന രീതിയിൽ അവൽ ചേർത്താൽ മാവ് അരച്ചിരിക്കുന്നത്. അപ്പോൾ ആ പറയുന്ന രീതിയിൽ മാവ് അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പം കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പം ഏകദേശം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്നട്ട് അരച്ച് ചേർക്കാം, മല്ലിയില ചേർക്കാം. ഓരോരുത്തർ ഓരോ രീതിയിലാണ് ചേർക്കുന്നത്, ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റാണ്. പക്ഷേ ഈ സ്റ്റൂവിന് ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് ഒന്നും ചേർക്കണ്ട, നല്ല ടേസ്റ്റായിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വെക്കുമ്പോൾ എന്തെങ്കിലും ടേസ്റ്റ് കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ കാഷ്നട്ട് അരച്ച് ചേർത്താണ്ടാൽ മതി കേട്ടോ. ഞാനേ ഇവിടുത്തെ കോൾസിയിൽ നിന്ന് പോയി കുറച്ച് ബീഫ് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു കിലോയുടെ അടുപ്പിച്ച് വരും. ഞാൻ അത്ര എടുക്കുന്നില്ല, ഇതിൻ്റെ പാതി. നമുക്ക് 1/2 കിലോ ബീഫ് കൊണ്ട് എത്ര കട്ട്ലറ്റ് ഉണ്ടാക്കാം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാവേ. അപ്പം ഞാൻ ബീഫ് എന്ത് ചെയ്തെന്നറിയാമോ, നന്നായിട്ട് കഴുകി വലിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടത് ഈ ഒരു വലിപ്പമാണ് പീസിന് കേട്ടോ. അത് മുറിച്ച് വെച്ചിരിക്കുന്നു. ഒരു 3 ഇടത്തരം ഉരുളക്കിഴങ്ങ് കേട്ടോ, 3 ഇടത്തരം ഉരുളക്കിഴങ്ങ്, ഒരു അരമുറി നാരങ്ങയുടെ നീര്, പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ടേബിൾ സ്പൂൺ അല്ല, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതേണ്ടേ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഉരുളക്കിഴങ്ങും ബീഫും എല്ലാം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 5-6 വിസിൽ കേട്ടോട്ടെ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞാൽ ഒരു തുള്ളി പോലും ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു 5-6 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാമേ. ബീഫ് അവിടെ വേവുന്ന സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ ശരിയാക്കാമേ. അപ്പം ഞാൻ ഒരു സവോള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക്, ഇതും ചെറുതായിട്ട് അരിയണം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ്, നമ്മുടെ റസ്ക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, 2 മുട്ട. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ആദ്യം നമ്മുടെ ബീഫ് ഒന്ന് വെന്തോട്ടെ. നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, പക്ഷെ അതിൽ കുറച്ച് വെള്ളം ഉണ്ടേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ആ വെള്ളം എന്താ പറയുക, നോർമലി ഇറങ്ങുമല്ലോ വെള്ളം. അപ്പം അത് ഞാൻ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് അങ്ങ് ആ പ്രഷർ കുക്കറെ തന്നെ വെച്ച് ആ വെള്ളം വറ്റിച്ചെടുക്കുവാണ് കേട്ടോ. ഇതേ കണ്ടോ, നമ്മുടെ ബീഫ് നന്നായിട്ട് തണുത്തിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറില്ലേ, ആ ചെറിയ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരച്ചെന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരച്ചല്ല, പക്ഷേ ഇത് കണ്ടോ, ഇത് ഇപ്പം തണുത്ത് പോയി, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ പണിക്ക് പോയതാണ്. അങ്ങനെ ബീഫ് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്നു. പിന്നെ വേണ്ട നമ്മുടെ ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ട് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നു, ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, നമ്മുടെ കുറച്ച് സവോള കേട്ടോ. ആദ്യം സവോള വയ്ക്കോട്ടെ. പിന്നെ നമുക്ക് പച്ചമുളക്, കറിവേപ്പില, അത് ചെറുതായിട്ടൊന്ന്, അധികം നേരം വഴച്ച കാര്യമൊന്നുമില്ല കേട്ടോ. ഇത് 5 മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളേ. ഇത് ഇങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട്ലേറ്റിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം കുറച്ച് ഉപ്പും കൂടെ വേണേൽ ചേർത്ത് കൊടുക്കണേ. നിങ്ങൾ ആ മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഉണ്ടല്ലോ, ആ ബീഫ് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കുക. അന്നേരം നമുക്കറിയാൻ പറ്റും ഉപ്പ് വേണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ, ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ഗരം മസാല ചേർക്കാം, കുറച്ച് ഗരം മസാലയുള്ളൂ കേട്ടോ. ഗരം മസാല നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബീഫും പൊട്ടറ്റോയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത്തലിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കണ്ടോ, ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് തണുത്തിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാവേ കട്ട്ലറ്റിൻ്റെ. നമുക്ക് കട്ട്ലറ്റ് ഷേപ്പ് ചെയ്യാവേ. സോ ഞാൻ അവിടെ എടുത്ത് വെച്ചിരിക്കുന്ന കണ്ടോ, ഈ ഒരു ഉരുളയുടെ വലിപ്പത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇത് കണ്ടോ, കണ്ടോ, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഇത് കണ്ടോ, ബ്രെഡ് ക്രംസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, റൊട്ടിപ്പൊടി അല്ലേ, നമ്മുടെ റസ്കിൻ്റെ പൊടി, പിന്നെ 2 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ട്ലറ്റ് ആദ്യം നമുക്ക് ഷേപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനൊരു കട്ട്ലറ്റ് ഉരുട്ടി വെച്ചിട്ടുണ്ട്, ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് 16 പീസോളം, അതായത് 1/2 കിലോ ബീഫും 3 പൊട്ടറ്റോയും കൂടെ നമുക്ക് 16 പീസ് കട്ട്ലറ്റ് കിട്ടും കേട്ടോ. ആദ്യം ഒരു കട്ട്ലറ്റ് എടുത്തിട്ട് അത് ഒന്ന് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട്, അടിച്ച് വെച്ചിരിക്കുന്ന മുട്ട കേട്ടോ, 2 എണ്ണം എടുത്തെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് അത് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്നിട്ട് റോൾ ചെയ്തെടുക്കണേ. എന്നിട്ടത് മാറ്റി വെച്ചേക്കുക. അങ്ങനെ എല്ലാ കട്ട്ലറ്റും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ കട്ട്ലറ്റ് കണ്ടോ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കട്ട്ലറ്റ് റെഡിയാക്കുന്നല്ല, ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ. 2 സെറ്റായിട്ട് വറുത്തെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. നമുക്ക് 2 സെറ്റായിട്ട് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊരു 7-8 കട്ട്ലറ്റോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. കട്ട്ലറ്റിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ. കണ്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വരണം, എന്നാലേ അതിന് കറക്റ്റായിട്ട് നമുക്ക് നല്ല കട്ട്ലറ്റ് കിട്ടുള്ളൂ.
കണ്ടോ, നമുക്ക് ഒരെണ്ണം പോലും പൊട്ടിപ്പോവാതെ നല്ല ഇതായിട്ട് വരുന്ന കേട്ടോ കട്ട്ലറ്റ്. അങ്ങനെ എല്ലാ കട്ട്ലറ്റും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇനി അത് അവിടെ കിടന്ന് ആ അടുത്ത സൈഡും കൂടി ഒന്നാകട്ടെ. അങ്ങനെ നമുക്ക് അങ്ങനെ 2 ബാച്ച് നമുക്ക് അത് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യത്തെ ബാച്ച് നമുക്കിങ്ങനെ എടുത്തേക്കാം അല്ലേ. ഞാനൊരു പ്ലേറ്റിൽ ടിഷ്യൂ ഇട്ടിട്ട് എടുക്കുന്നുണ്ടേ. ഒരു വലിയ സ്പൂൺ എടുത്താൽ മതി നമുക്ക്, അതാണ് എളുപ്പം. വലിയ സ്പൂണിട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ എടുക്കാൻ പറ്റുമേ. ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലോ. ഈ സെറ്റിംഗ് എടുത്തിട്ട് നമുക്ക് അടുത്ത സെറ്റ് ഫ്രൈ ചെയ്യാൻ വെക്കാം. നെക്സ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഏറ്റവും ഈസി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടല്ലോ അല്ലേ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരും ഹാപ്പിയാകും, നമ്മളും ഹാപ്പിയാകും. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഈസ്റ്റർ ആശംസിക്കുന്നു കേട്ടോ. എല്ലാവർക്കും ഈസ്റ്റർ മംഗളങ്ങൾ. അടുത്ത ആഴ്ച വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായിട്ട്. താങ്ക്